സോ നിങ്ങൾക്ക് എല്ലാ ദിവസവും വർക്ക് ചെയ്യാതെ മണി മേക്ക് ചെയ്യണോ? എന്നാൽ സെല്ലിംഗ് ദി ഡിജിറ്റൽ പ്രോഡക്ട്സ് ഇസ് ദി വൺ ഓഫ് ദി ബെസ്റ്റ് പാസീവ് ഇൻകം മെത്തേഡ് ഇൻ 2025. ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്നാൽ നിങ്ങൾ എന്തെങ്കിലും സംതിങ് ക്രിയേറ്റ് ചെയ്ത് അത് ഓവർ ആൻഡ് ഓവർ സെല് ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ പ്രോഡക്ട്സ് എന്ന് പറയുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റോഡ് മാപ്പ് ടു സ്റ്റാർട്ട് സെല്ലിംഗ് ഡിജിറ്റൽ പ്രോഡക്ട്സ്. ഈവൻ നിങ്ങൾക്ക് സീറോ എക്സ്പീരിയൻസ് ആണെങ്കിലും നോ പ്രോബ്ലം. സോ ഈ വീഡിയോയിൽ എന്ത് സെല് ചെയ്യണം, എങ്ങനെ സെല് ചെയ്യണം ആൻഡ് എങ്ങനെ നിങ്ങളെ ഫസ്റ്റ് സെയിൽസ് എടുക്കാമെന്നും കാണിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്റ്റെപ്പ് 1 ആണ് ചൂസിങ് ദി റൈറ്റ് ഡിജിറ്റൽ പ്രോഡക്റ്റ്. ഇതിന് നിങ്ങൾ എക്സ്പേർട്ട് ഒന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോക്കസ് ഓൺ സംതിങ് പീപ്പിൾ ഓൾറെഡി ബൈയിങ്. സോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബെസ്റ്റ് ഡിജിറ്റൽ പ്രൊഡക്ട്സിന്റെ ലിസ്റ്റ് തരാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയി തോന്നുന്ന ഡിജിറ്റൽ പ്രൊഡക്റ്റ് എടുത്ത് സെല് ചെയ്യാം. ഫസ്റ്റ് ആണ് ഇ ബുക്സ്. ഇ ബുക്ക് എന്നാൽ കംപ്ലീറ്റ് ടോപ്പിക് കവർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹൗ ടു സ്റ്റഡി എഫക്റ്റീവ്ലി. സെക്കൻഡ് ആണ് പ്രിന്റബിൾസ്. ഇതിന്റെ യൂസ് ടു ഡു ലിസ്റ്റ്, പ്ലാനേഴ്സ്, പിന്നെ ബഡ്ജറ്റിംഗ് ഷീറ്റ്സ്. തേർഡ് ആണ് ഡിജിറ്റൽ ആർട്സ് ആൻഡ് ഗ്രാഫിക്സ്. ക്യാൻവ ടെംപ്ലേറ്റ്സ്, സ്റ്റോക്ക് ഫോട്ടോസ്, ഐക്കൺസ്, ഇതെല്ലാം ഇതിൽ യൂസ് ചെയ്യുന്നത്. ഫോർത്ത് ആണ് മ്യൂസിക് ആൻഡ് സൗണ്ട് എഫക്ട്സ്. ഇതിൽ ലൂപ്സ്, ബീഡ്സ് ആൻഡ് പോഡ്കാസ്റ്റ് ഇൻട്രോസ്. ഫിഫ്ത്ത് ആണ് ഓൺലൈൻ കോഴ്സ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സ്കിൽ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു സിമ്പിൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് സെല് ചെയ്യാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എഡ്സി, ഗംറോഡ് ഓർ ക്രിയേറ്റീവ് മാർക്കറ്റിൽ റിസർച്ച് ചെയ്യാം എന്താണ് ട്രെൻഡിങ് ആയി പോകുന്നതെന്ന്. സ്റ്റെപ്പ് 2 ആണ് ക്രിയേറ്റ് യുവർ ഡിജിറ്റൽ പ്രൊഡക്റ്റ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഇതിന് നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയ ടൂളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇ ബുക്സിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൂൾസ് ആണ് ഗൂഗിൾ ഡോക്സ് ആൻഡ് എക്സ്പോർട്ട് ടു PDF. എന്താണ് പ്രിന്റബിൾസ്. ഇതിന് നിങ്ങൾക്ക് ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ് ക്യാൻവ. അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. തേർഡ് ആണ് ഗ്രാഫിക്സ്. ഇതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൂളാണ് ക്യാൻവ ആൻഡ് ഫോട്ടോഷോപ്പ്. നിങ്ങൾക്ക് ഫ്രീ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതാണ് GIMP ആൻഡ് ഫിഗ്മ. ഫോർത്ത് ആണ് മ്യൂസിക്. മ്യൂസിക്കിന് യൂസ് ചെയ്യാൻ പറ്റിയ ഈസി ടൂളാണ് ഗാരേജ് ബാൻഡ് ആൻഡ് ഓഡോസിറ്റി. നിങ്ങൾക്ക് സൗണ്ട്സ് ആൻഡ് ബീറ്റ്സ് പ്രൊഫഷണൽ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫിഫ്ത്ത് ആണ് കോഴ്സസ്. കോഴ്സസിന് ഈസി മെത്തേഡേ ഉള്ളൂ. നിങ്ങളെ ഫോൺ വെച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക ആൻഡ് എഡിറ്റ് വിത്ത് യൂസിങ് CapCut. സോ നിങ്ങളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിന് നല്ല ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയ പിന്നെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് 3 ആണ് where to sell your digital products. So now your product is ready and ഇത് എവിടെ സെല് ചെയ്യണം? നിങ്ങൾക്ക് വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്പോ വേണ്ട ആവശ്യമില്ല. വൺ ഓഫ് ദി ഫേമസ് പ്ലാറ്റ്ഫോം ആണ് എഡ്സി. എഡ്സിയിൽ സെല് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് പ്രിന്റബിൾസ് ആൻഡ് പ്ലാനേഴ്സ്. ഇറ്റ് ഈസ് ദി ബെസ്റ്റ് വെബ്സൈറ്റ് ടു സെൽ. സെക്കൻഡ് ആണ് ഗംറോഡ്. ഇതിൽ മെയിനായി ഫോക്കസ് ചെയ്യുന്നത് ഇ ബുക്സ്, പിന്നെ ടെംപ്ലേറ്റ്സ് ആൻഡ് കോഴ്സസ് സെല് ചെയ്യാനാണ്. തേർഡ് ആണ് സെൽഫൈ. ഇതിൽ നിങ്ങൾക്ക് മ്യൂസിക്സ് ആൻഡ് ഡിജിറ്റൽ ആർട്ട് സെല് ചെയ്യാം. ആൻഡ് കോഫി. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ടെംപ്ലേറ്റ്സ് ആൻഡ് ഗൈഡ്സ് സെല് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഓണായി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ സെല് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിഫൈയോ ഓർ പൈഹിബോ യൂസ് ചെയ്യാം ടു ക്രിയേറ്റ് യുവർ ഓൺ വെബ്സൈറ്റ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എഡ്സിയോ ഓർ ഗംറോഡോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്തെന്നാൽ ഈ പ്ലാറ്റ്ഫോംസിൽ ഓൾറെഡി ബയേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് കിട്ടാൻ ഹൈ ചാൻസ് ആണ്. സ്റ്റെപ്പ് 4 ആണ് ഗെറ്റ് യുവർ ഫസ്റ്റ് സെയിൽസ്. ഇപ്പോൾ വേൾഡിലെ ബെസ്റ്റ് പ്രോഡക്റ്റ് നിങ്ങളാണെങ്കിലും വിത്തൗട്ട് മാർക്കറ്റിംഗ് നോ വൺ വിൽ ബൈ ഇറ്റ്. സോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞുതരാം നിങ്ങളുടെ ഫസ്റ്റ് സെയിൽ എങ്ങനെ എടുക്കാം. ഇത് ഓർഗാനിക് വേസ് ആണ് ടു ഗെറ്റ് യുവർ ഫസ്റ്റ് സെയിൽസ്. ഫസ്റ്റ് ആണ് ഇൻസ്റ്റാഗ്രാം റീൽസ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസേഴ്സ് ഹൈ ആണ്. സോ നിങ്ങൾക്ക് റീൽസിലൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് വൈറലാകാനും അതിലൂടെ നല്ല കസ്റ്റമേഴ്സിനെ കിട്ടാനും ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. എങ്ങനെന്നാൽ വ്യൂവേഴ്സ് തിങ്ക് ചെയ്യണം നിങ്ങളുടെ പ്രൊഡക്റ്റ് ബൈ ചെയ്താൽ അവർക്ക് യൂസ്ഫുൾ ആണെന്ന്. സെക്കൻഡ് ആണ് ലെവറേജ് പിൻട്രസ്റ്റ്. പിൻട്രസ്റ്റിൽ നല്ല ഹൈ ക്വാളിറ്റി പിൻസ് അപ്ലോഡ് ചെയ്യുക. അതിന്റെ താഴെ നിങ്ങളുടെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്കും കൊടുക്കുക. പിൻട്രസ്റ്റ് നിങ്ങൾക്ക് മെയിൻലി പ്രിന്റബിൾസിലും പിന്നെ ടെംപ്ലേറ്റ്സിലും യൂസ് ആകും. തേർഡ് ആണ് ഫൈൻഡ് നീച്ച് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ്. ഫസ്റ്റ് പ്രൊവൈഡ് യുവർ വാല്യൂ. എന്നിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് അത് സൊല്യൂഷൻ ചെയ്യുന്നുണ്ടെന്ന് ഷെയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാനറാ സെല് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ് ഗ്രൂപ്പിലേക്ക് സെല് ചെയ്യുക. 5 ആണ് സ്കെയിൽ ആൻഡ് ഏൺ പാസീവ് ഇൻകം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ എങ്ങനെ പാസീവ് ഇൻകം ആയിട്ട് ടേൺ ചെയ്യാം ആൻഡ് നിങ്ങളുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ് ബിസിനസ് എങ്ങനെ സ്കെയിൽ ചെയ്യാം. ഫസ്റ്റ് ആണ് ക്രിയേറ്റ് മോർ പ്രൊഡക്ട്സ് ലൈക്ക് ഓഫറിംഗ് ബണ്ടിൽസ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു പ്ലാനർ സെല് ചെയ്യുന്നതാണെങ്കിൽ അതിൽ ബഡ്ജറ്റ് ഷീറ്റ് കൂടും ആഡ് ചെയ്യുക. സെക്കൻഡ് ആണ് റേസ് പ്രൈസസ് ഓവർ ടൈം.
നിങ്ങളുടെ പ്രോഡക്റ്റ് ഫസ്റ്റ് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൈസ് ലോ ആക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ല റിവ്യൂസ് കിട്ടുമ്പോൾ അതിൻ്റെ പ്രൈസ് റൈസ് ചെയ്യുക. തേർഡ് ആണ് ഓട്ടോമേറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റ്. യൂസ് ക്യാൻവ ഫോർ ഷെഡ്യൂളിംഗ് ടൂൾസ് ടു പോസ്റ്റ് റെഗുലർലി ഇൻ ഇൻസ്റ്റഗ്രാം ആൻഡ് പിൻട്രസ്റ്റ്. നെക്സ്റ്റ് ആണ് ഓഫർ ഡിസ്കൗണ്ട്സ് ടു റിപ്പീറ്റ് യുവർ ബയേഴ്സ്. ഇത് യൂസ് ചെയ്താൽ നിങ്ങളുടെ ബയേഴ്സ് വീണ്ടും വീണ്ടും വന്ന് ബൈ ചെയ്യും. നെക്സ്റ്റ് ആണ് സ്റ്റാർട്ട് ആൻഡ് ഇമെയിൽ ലിസ്റ്റ്. നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇമെയിൽസ് ക്യാപ്ചർ ചെയ്ത് അവർക്ക് നിങ്ങളുടെ സ്പെഷ്യൽ ഓഫേഴ്സിന്റെ ഇമെയിൽ ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാന്നുള്ള മെത്തേഡ്സ്. ആൻഡ് നിങ്ങളുടെ ഹൈ പാസീവ് ഇൻകം എത്ര ടൈമിൽ കിട്ടും? ഫസ്റ്റ് മന്തിൽ നിങ്ങൾക്ക് 0 നിന്ന് 10,000 വരെ എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് ഫസ്റ്റ് മന്തിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് പ്ലസ് ഫസ്റ്റ് സെയിൽസ്. സെക്കൻഡ് ഓർ തേർഡ് മന്തിൽ 10,000 to 15,000 വരെ മേക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഗെറ്റിംഗ് മോർ സെയിൽസ് ഫ്രം സോഷ്യൽ മീഡിയ ആൻഡ് പിൻട്രസ്റ്റ്. ആൻഡ് 4ാമത്തെ 6ാമത്തെ മാസത്തിൽ നിങ്ങൾക്ക് അറൌണ്ട് 2 lakh ബിലോ ഏൺ ചെയ്യാൻ പറ്റും. സ്കെയിലിംഗ് വിത്ത് മോർ പ്രൊഡക്ട്സ് പ്ലസ് ഇമെയിൽ മാർക്കറ്റിംഗ്. പിന്നത്തെ മാസത്തിൽ നിങ്ങളുടെ പാസീവ് ഇൻകം ഓട്ടോമാറ്റഡായി സെറ്റായി. നിങ്ങൾ എത്ര എഫേർട്ട് ഫസ്റ്റ് ഇടുന്നോ അതിന് നിങ്ങൾക്ക് ഫാസ്റ്ററായിട്ട് റിസൾട്ട് കിട്ടും. സെല്ലിംഗ് ദി ഡിജിറ്റൽ പ്രൊഡക്ട്സ് വളരെ ഈസിയാണ് ടു മേക്ക് മണി ഓൺലൈൻ. നിങ്ങൾ പാസീവ് ഇൻകം മേക്ക് ചെയ്യാൻ സീരിയസ് ആണെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക, അത് ക്രിയേറ്റ് ചെയ്യുക ആൻഡ് സ്റ്റാർട്ട് സെല്ലിംഗ്. നിങ്ങൾ ഏത് ഡിജിറ്റൽ പ്രോഡക്റ്റാണ് സെല് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ നല്ല മണി മേക്കിംഗ് റിയലിസ്റ്റിക് മെത്തേഡ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ആ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബെസ്റ്റ് മണി മേക്കിംഗ് മെത്തേഡ്സ് നിങ്ങളുടെ ഫീൽഡിലേക്ക് എത്തും. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.